നൈറ്റ് ലൈഫിന്റെ കാര്യത്തിലുള്ള ഒരു അഭിപ്രായമാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലത്തൊക്കെ എടുത്താല് പാതിരയുണ്ട്, നട്ടപ്പാതിര, പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നട്ടപ്പാതിരയുണ്ട്, ഈ പാതിര കാണാനില്ല. പാതിരയുടെ ഭാഗമായിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. അങ്ങനെയുള്ള എല്ലാം പോയല്ലേ, ഇപ്പൊ ഒന്നും കാണാനില്ല എവിടെ. അപ്പൊ അതുകൊണ്ടാണ്, അത് വെളിച്ചം വന്നതുകൊണ്ടാണ്, എല്ലാവരുടെയും വെളിച്ചം വന്നു. ഇപ്പൊ ആളുകളെ ചിലർക്ക് നേരത്തെ ഓർക്കുമെങ്കിലും ഈ പാതിര കഴിഞ്ഞ് ഓർക്കുന്നവരും നമ്മുടെ നാട്ടിൽ പലരുണ്ട്. അപ്പൊ നൈറ്റ് ഇരുട്ടിട്ടതാണ് എന്ന് ഒരു ധാരണയുണ്ടെങ്കിലും പലയിടങ്ങളിലും ആ നൈറ്റ് വളരെ സജീവമായി നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ ലോകത്ത് പലയിടങ്ങളും അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു പരിച്ഛേദമായിട്ട് വരികയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളവർ ഇവിടെ എത്തിപ്പെടുകയാണ്. മറ്റു പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവർക്ക് നൈറ്റ് ലൈഫിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ പോകാനും അവിടെ ഇരിക്കാനും ആഘോഷിക്കാനും ഒക്കെ സാധിക്കുന്നു. അത് ഇരുട്ടത്തല്ല, വളരെ ആകർഷകമായ ലൈറ്റ് അവിടെ ഉണ്ടാകും. എല്ലാ തരത്തിലും വെളിച്ചത്തോടുകൂടി പകലിനേക്കാളും വെളിച്ചമുള്ള ഘട്ടമായിരിക്കും. അങ്ങനെയുള്ള നൈറ്റ് ലൈഫിന്റെ കേന്ദ്രങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇരുട്ടത്ത് പോയി ഇരിക്കുന്ന ഒരു പരിപാടിയല്ല. നല്ല ആകർഷകമായ രീതിയിൽ ആളുകൾക്ക് നല്ല ഉല്ലാസത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമെന്നാണ് കാണുന്നത്. പിന്നെ അതിന്റെ മറ്റ് വശങ്ങളിൽ അത് ദൂഷ്യവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് അതിലേക്ക് പോകുന്നില്ല. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകർക്ക് ആസാദി മീഡിയയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. വാർത്താവിശേഷങ്ങളിലേക്ക് പോകാം. മാസപ്പിറവി കണ്ടു കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. എമ്പുരാനിൽ ഖേദപ്രകടനവുമായി മോഹൻലാൽ. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി ഒരാൾ മരിച്ചു, 25 പേർക്ക് പരുക്ക്. കുട്ടികളിലെ ലഹരി ഉപയോഗം നോക്കി നിൽക്കില്ല, കേരളത്തിൽ ലഹരിക്കെതിരെ കർക്കശ നടപടികൾ. മുഖ്യമന്ത്രി. കുറുവ സംഘത്തിലെ പ്രധാനി കട്ടുപുച്ചാനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി ആലപ്പുഴ പോലീസ്. ഹിമാചലിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു. കേരളത്തിൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ. ഞായറാഴ്ച ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെ തിങ്കളാഴ്ച ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് വിവിധ കാസിമാർ അറിയിച്ചു. ഇത്തവണ റംസാൻ 29 പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുള്ളതാണ് ഈദുൽ ഫിത്തർ ആഘോഷം. ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ ഉയരും. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഫിത്തർ സക്കാത്ത് വിതരണവും പൂർത്തിയാക്കും. പുത്തനുടുപ്പുകൾ അണിഞ്ഞ് വിശ്വാസികൾ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുകൂടും. കുടുംബ സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കാനും സ്നേഹം പങ്കുവെക്കാനുമുള്ള അവസരം കൂടിയാണ് ചെറിയ പെരുന്നാൾ ആഘോഷം. എല്ലാ വായനക്കാർക്കും ആസാദി മീഡിയയുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ. എമ്പുരാൻ വിവാദത്തിൽ ഖേദപ്രകടനവുമായി നടൻ മോഹൻലാൽ. സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി താൻ അറിഞ്ഞുവെന്നും പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് തന്റെ കടമയാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വിവാദമായ വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ തങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും കൂട്ടിച്ചേർത്തു. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി. കമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികളാണ് പാളം തെറ്റിയത്. അപകടത്തിൽ 25 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റിയത്. സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പാളം തെറ്റിയ വിവരം ലഭിച്ചതിനെ തുടർന്ന് നാശനഷ്ടങ്ങൾ പരിശോധിക്കുന്നതിനും അടിയന്തര പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുമായി റെയിൽവേ അധികൃതരും ജീവനക്കാരും ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിന്റെ ഭാഗമായി അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ആക്സിഡന്റ് റിലീഫ് ട്രെയിനും മെഡിക്കൽ റിലീഫ് ട്രെയിനും സ്ഥലത്തേക്ക് അയച്ചിരുന്നു. അതേസമയം പാളം തെറ്റലിലേക്ക് നയിച്ച കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ഹിമാചലിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 പേർ മരിച്ചു. കുളു ജില്ലയിലെ മണിക്കലിലാണ് സംഭവം. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കുളുവിലെ മണിക്കരൻ ഗുരുദ്വാര പാർക്കിങ്ങിന് സമീപം മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് ആയിരുന്നു മരണങ്ങൾ. പരിക്കേറ്റ 5 പേരെ പോലീസും ജില്ലാ ഭരണകൂടത്തിന്റെ രക്ഷാപ്രവർത്തകരും ജാരിയിലെ പ്രാദേശിക കമ്മ്യൂണിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയതായി കുളു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അശ്വിനി കുമാർ അറിഞ്ഞു.
മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ മോഷണങ്ങൾ നടത്തിയ കുറുവ സംഘത്തിലെ ഒരാൾ കൂടി പിടിയിലായി. കുറുവ സംഘം അംഗമായ കമ്പം സ്വദേശി കട്ടുപുച്ചനെയാണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ ആലപ്പുഴയിൽ നടന്ന മോഷണത്തിൽ കുറുവ സംഘത്തിലെ അവസാന പ്രതിയും പിടിയിലായതായി പോലീസ് പറഞ്ഞു. 3 മാസം മുമ്പാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ 10ലധികം വീടുകളിൽ കുറുവ സംഘം മോഷണം നടത്തിയത്. അർദ്ധനഗ്നരായി മുഖംമൂടി ധരിച്ചെത്തി മോഷണം നടത്തുന്ന സംഘത്തിലെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തുടർന്ന് മണ്ണഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചിയിലെ കുണ്ടന്നൂരിൽ നിന്നും കുറുവ സംഘങ്ങളായ ചിലരെ പിടികൂടി. എന്നാൽ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കുറുവ സംഘാംഗമായ സന്തോഷ് എൽവൻ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത് വലിയ വാർത്തയായിരുന്നു. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കായൽ കരയിലെ ചെളിയിൽ ഒളിച്ചിരുന്ന സന്തോഷിനെ അതിസാഹസികമായി പോലീസ് പിടികൂടിയത്. കുണ്ടന്നൂരിൽ നിന്നും സന്തോഷ് അടക്കമുള്ളവരെ കണ്ടെത്തിയെങ്കിലും അവരെ പിടികൂടാനായില്ല. തുടർന്ന് മണ്ണഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കുറുവ സംഘത്തിലെ പ്രധാനികളിലൊരായ കട്ടുപുച്ചനെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും പിടികൂടിയത്. കഴിഞ്ഞ ദിവസം മധുരയിലെത്തിയ പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൽ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായും നടക്കുന്നത്. അതോടൊപ്പം കുട്ടികളിൽ അക്രമവാസന വർദ്ധിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പ്രതിഭാസമാണ് കുട്ടികളിലെ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. 2011 ലോകത്താകെ 24 കോടി ജനങ്ങളായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നതെങ്കിൽ 10 വർഷം കൊണ്ട് അത് 296 കോടിയായി വർദ്ധിച്ചു. 1173% ലഹരി ഉപയോഗത്തിൽ ആഗോളതലത്തിൽ ഉണ്ടായ വർധനവ്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും വ്യാപനവും കടത്തും ലോകമാകെ നേരിടുന്ന പ്രശ്നമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാകില്ല എന്ന നിലപാടെടുത്ത് കയ്യും കെട്ടി നിഷ്കർഷമായ ആ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് നോക്കിയിരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളോടൊപ്പം വേണ്ടത്ര സമയം ചെലവിടാൻ മാതാപിതാക്കൾക്ക് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അന്യതാബോധം കുട്ടികളിലുണ്ടാവുന്നു. കുടുംബ സാഹചര്യം ആരുടെയും കുറ്റമല്ല. ആഴ്ന്തോറും കയത്തിലേക്കെന്ന പോലെ വലിച്ചു താഴ്ത്തുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ ദുഃഖ സ്വാധീനങ്ങളിൽ തിരിച്ചു വരാനാവാത്ത വിധം കുട്ടികൾ പെട്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞു കരയുമ്പോൾ നേരെ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്ന പ്രവണതയാണ് നമുക്കുള്ളത്. ഡിജിറ്റൽ ലോകം നിക്ഷിപ്തമല്ല. എത്രത്തോളമാകാം, എങ്ങനെയാവാം എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ അറിവ് രക്ഷിതാക്കൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ഘട്ടത്തിൽ വെറും പഠനം മാത്രം മതിയെന്നും സമകാലിക പ്രശ്നങ്ങൾ കുട്ടികളിൽ പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള മനോഭാവം വെച്ചുപുലർത്തുന്ന സ്കൂളുകൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിൽ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലായും നടക്കുന്നത്. അതോടൊപ്പം കുട്ടികളിൽ അക്രമവാസന വർദ്ധിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന പ്രതിഭാസമാണ് കുട്ടികളിലെ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. 2011 ലോകത്താകെ 24 കോടി ജനങ്ങളായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നതെങ്കിൽ 10 വർഷം കൊണ്ട് അത് 296 കോടിയായി വർദ്ധിച്ചു. 1173% ലഹരി ഉപയോഗത്തിൽ ആഗോളതലത്തിൽ ഉണ്ടായ വർധനവ്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും വ്യാപനവും കടത്തും ലോകമാകെ നേരിടുന്ന പ്രശ്നമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാകില്ല എന്ന നിലപാടെടുത്ത് കയ്യും കെട്ടി നിഷ്കർഷമായ ആ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് നോക്കിയിരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളോടൊപ്പം വേണ്ടത്ര സമയം ചെലവിടാൻ മാതാപിതാക്കൾക്ക് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അന്യതാബോധം കുട്ടികളിലുണ്ടാവുന്നു. കുടുംബ സാഹചര്യം ആരുടെയും കുറ്റമല്ല. ആഴ്ന്തോറും കയത്തിലേക്കെന്ന പോലെ വലിച്ചു താഴ്ത്തുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ ദുഃഖ സ്വാധീനങ്ങളിൽ തിരിച്ചു വരാനാവാത്ത വിധം കുട്ടികൾ പെട്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞു കരയുമ്പോൾ നേരെ മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്ന പ്രവണതയാണ് നമുക്കുള്ളത്. ഡിജിറ്റൽ ലോകം നിക്ഷിപ്തമല്ല. എത്രത്തോളമാകാം, എങ്ങനെയാവാം എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ അറിവ് രക്ഷിതാക്കൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ഘട്ടത്തിൽ വെറും പഠനം മാത്രം മതിയെന്നും സമകാലിക പ്രശ്നങ്ങൾ കുട്ടികളിൽ പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള മനോഭാവം വെച്ചുപുലർത്തുന്ന സ്കൂളുകൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.